ഒരു സ്കൂളിൽ കുട്ടികളോട് അധ്യാപിക ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും സൗന്ദര്യമുള്ളത് ആർക്കാണ്? കുട്ടികൾ ഓരോരുത്തരായി എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ ചേച്ചി എന്നിങ്ങനെ ഓരോരോ ഉത്തരങ്ങൾ പറഞ്ഞു. പിന്നിലെ ബെഞ്ചിലിരുന്ന ഒരു കുട്ടി മാത്രം ഒന്നും പറഞ്ഞില്ല. അധ്യാപിക അവൻ്റെ അടുത്തെത്തി. നീ പറഞ്ഞില്ലല്ലോ നിൻ്റെ വീട്ടിൽ ഏറ്റവും സൗന്ദര്യം ആർക്കാണെന്ന്. അവൻ പതിയെ പറഞ്ഞു, എൻ്റെ അനുജനാണ്. അധ്യാപികയ്ക്ക് ആ കുട്ടിയുടെ കുടുംബത്തെ നന്നായി അറിയാമായിരുന്നു. അവൻ്റെ അനുജൻ്റെ മുഖത്ത് ജന്മന ഒരു വൈകല്യമുണ്ടായിരുന്നു. മറ്റു കുട്ടികൾ ചിലപ്പോഴൊക്കെ അവനെ നോക്കി പരിഹസിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അധ്യാപിക വീണ്ടും ചോദിച്ചു, അനിയനാണോ നിനക്ക് ഏറ്റവും സുന്ദരൻ? കുട്ടി തലയാട്ടി. എന്നിട്ട് വളരെ നിഷ്കളങ്കമായി പറഞ്ഞു, അതേ ടീച്ചർ, കാരണം അവനെ കാണുമ്പോൾ ഞാൻ അവൻ്റെ മുഖമല്ല കാണുന്നത്. അധ്യാപിക അത്ഭുതത്തോടെ ചോദിച്ചു, പിന്നെന്താണ് നീ കാണുന്നത്? കുട്ടി പറഞ്ഞു, ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവൻ വാതിക്കൽ കാത്തു നിൽക്കുന്നത് കാണാറുണ്ട്. എനിക്ക് പനി വന്നപ്പോൾ എൻ്റെ അടുത്തിരുന്ന് കരഞ്ഞത് എനിക്ക് ഓർമ്മ വരുന്നു. ആരെങ്കിലും എന്നെ ഒന്ന് വഴക്കു പറഞ്ഞാൽ എന്നേക്കാൾ കൂടുതൽ വിഷമിക്കുന്ന അവൻ്റെ മനസ്സാണ് ഞാൻ കാണുന്നത്. പിന്നെ അവൻ വളരെ പതുക്കെ പറഞ്ഞു, മറ്റുള്ളവർ അവൻ്റെ മുഖത്ത് എന്താണ് കാണുന്നതെന്ന് എനിക്കറിയില്ല ടീച്ചർ, എനിക്കവൻ സുന്ദരനാണ്. ആ ക്ലാസ് കുറച്ചു നേരത്തേക്ക് നിശബ്ദമായി. കാരണം ഒരു ചെറിയ കുട്ടി അവരെ വലിയൊരു സത്യം പഠിപ്പിച്ചു. നമ്മളൊരാളെ ശരിക്കും സ്നേഹിച്ചു തുടങ്ങുമ്പോൾ അവരുടെ മുഖത്തെ കുറവുകൾ പതുക്കെ നമ്മുടെ കണ്ണിൽ നിന്നും മാഞ്ഞു പോകും. അവരുടെ ദേഷ്യത്തിനപ്പുറം വേദന കാണുവാൻ തുടങ്ങും. അവരുടെ മൗനത്തിനപ്പുറം പറയാതെ പോയ വാക്കുകൾ നമ്മൾ കേൾക്കാൻ തുടങ്ങും. അവരുടെ തെറ്റുകൾക്കപ്പുറം ഒരു മനുഷ്യനെ നാം കാണാൻ തുടങ്ങും. ബന്ധങ്ങളെ നിലനിർത്തുന്നത് മനോഹരമായ മുഖങ്ങളല്ല, മറ്റൊരാളുടെ അപൂർണതകളെ കൂടി സ്നേഹിക്കാൻ കഴിയുന്ന മനസ്സുകളാണ്. കാരണം കണ്ണുകൊണ്ട് നോക്കുമ്പോൾ കുറവുകൾ കാണാം, ഹൃദയം കൊണ്ട് നോക്കുമ്പോൾ സൗന്ദര്യവും കാണാം. OS ടോക്സിൽ വീണ്ടും കാണാം.